ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ കല്യാണത്തിന് 2 ഷോർട്ട് വീഡിയോ ഇട്ടെങ്കിലും അതിന് ശേഷം പിന്നെ എനിക്ക് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കല്യാണത്തിൻ്റെ അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വന്നതിനാൽ നമ്മൾ വീഡിയോ സ്റ്റോപ്പാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഈ മണവാളൻ അവിടെ യോയൊക്കെ കാണിച്ച് നിൽപ്പുണ്ട് കേട്ടോ, ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ആറ്റിമാരും ചേച്ചിമാരും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നാത്തൂനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്ന് എല്ലാവരുമായിട്ടിരുന്ന് കുറച്ച് നേരം മിണ്ടിയും വന്നൊക്കെ ഇരുന്ന്. ഈ പള്ളിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ചെല്ലാനം പള്ളിയാണ്. നമ്മളിതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാനിവിടെ പോകുന്നത്. അങ്ങനെ പള്ളിയൊക്കെ ഒന്ന് നമ്മൾ ചുറ്റിക്കറങ്ങി, നല്ല ഭംഗിയുണ്ടായിരുന്നു പള്ളിയൊക്കെ കാണാൻ. അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മൾ 2-3 ആൻറ്റിമാരൊക്കെ നമ്മുടെ ഈ പള്ളിയിലോട്ടാണ് വന്നത്, വീട്ടിൽ വന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റിമാരൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന്. ചേച്ചി അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ അവിടെ നിന്ന് ആൻറ്റി ചിരിക്കുന്നുണ്ട്. അതെൻ്റെ അമ്മയുടെ നാത്തൂനാണ്, എൻ്റെ അനിയത്തിമാരും. അങ്ങനെ പിന്നെ പള്ളിയിലോട്ട് കയറി കുർബാനയൊക്കെ തുടങ്ങി, കെട്ടെടുക്കാനായി. അങ്ങനെ കല്യാണം ഏകദേശം കെട്ട് കഴിയാനായി. കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി ഫോട്ടോ സെക്ഷനിലേക്കാണ് പോയത്. ഫോട്ടോ എന്ന് വെച്ചാൽ പിന്നെ ഏത് പരിപാടിക്കാണെങ്കിലും നമ്മളൊരു ഫോട്ടോ എടുക്കാതെ എങ്ങൊന്നും വരില്ല. ഉള്ളവരെ വന്നവരെയും പിടിച്ച് നിർത്തിയൊരു ഫോട്ടോ എങ്കിലും നമ്മൾ എടുത്തിരിക്കും. അങ്ങനെ പിന്നെ പരിപാടി കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അങ്ങോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു. ചേച്ചിയുടെ ചേട്ടൻ്റെ കൂടെ കയറി 2-3 ഫോട്ടോയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അതായത് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ നിന്ന് നമ്മുടെ ചേട്ടച്ചാനാണ് കേട്ടോ അവിടെ നിന്ന് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചിനെയും കൂട്ടി ഇറങ്ങിയപ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും നാൾ അവിടെ നിന്നിട്ട് പിന്നീട് ഒരു വീട്ടിലേക്ക് പോരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പയ്യെ മാറിക്കോളും എന്ന് ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുപോരുവാണ്. അപ്പോൾ പിന്നെ ആൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.